ഹായ്, എൻ്റെ പേര് ശ്രീരാഗ്. കാർട്ടൂൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് ബയോളജിയിലെ വിറ്റാമിൻ എന്ന ടോപ്പിക്കാണ്. അപ്പം ക്ലാസ് തുടങ്ങുമല്ലേ? എടാ, വിറ്റാമിൻ എന്ന് പറഞ്ഞാല് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങളാണ് നമ്മൾ എന്താ വിറ്റാമിനുകൾ എന്ന് പറയുക. എന്താണ്? പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങളെയാണ് നമ്മൾ വിറ്റാമിൻ എന്ന് പറയുക. വിറ്റാമിൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഡോക്ടർ കാസിമർ ഫങ്കാട്ടോ. ആരാണ് വിറ്റാമിൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാണ്? കാസിമർ ഫങ്കാണ്. വിറ്റാമിൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാണ് കാസിമർ ഫങ്കാണ്. വിറ്റാമിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ഹോപ്കിൻസ് ആണ് കേട്ടോ. ആരാണ് വിറ്റാമിൻ കണ്ടുപിടിച്ചത്? ഫെഡറിക് ഹോപ്കിൻസ് ആണ്. വിറ്റാമിൻ എന്ന പേര് നൽകുന്ന സംഘടനയാണ് IUCN. IUCN ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. വിറ്റാമിൻ എന്ന പേര് നൽകുന്ന സംഘടന ആരാണ്? IUCN. അത് അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. മിക്ക വിറ്റാമിനുകൾ ശരീരത്തിൽ നിർമ്മിക്കാൻ കഴിയില്ല. അതിനാൽ അവ ഏതിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ? ഭക്ഷണത്തിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ. എങ്ങനെയാണ്? മിക്ക വിറ്റാമിനുകളും ശരീരത്തിൽ നിർമ്മിക്കാൻ കഴിയില്ല. അതിനാൽ അവ ഭക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലെ ആകെ വിറ്റാമിനുകളുടെ എണ്ണം ചോദിച്ചാൽ 13 എണ്ണമാട്ടോ. നമ്മുടെ ശരീരത്തിൽ ആകെ വിറ്റാമിനുകൾ എത്രയാണ്? 13 എണ്ണമാണ്. ആകെ വിറ്റാമിനുകളാണ് 13 എണ്ണമാണ്. അതിൽ ബി കോംപ്ലക്സ് വിറ്റാമിൻ ആണ് 8 എണ്ണവും. അല്ലെ, ബി കോംപ്ലക്സ് വിറ്റാമിൻ എത്ര? 8 എണ്ണവും. ഇത്ര ഓക്കെ അല്ലടാ? പച്ചക്കറികളിൽ നിന്ന് ലഭ്യമാകുന്ന പോഷകങ്ങളാണ് നമ്മൾ വിറ്റാമിൻ എന്ന് പറയുന്നത്. വിറ്റാമിൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാരാണ്? ഡോക്ടർ കാസിമർ ഫങ്കാണ്. വിറ്റാമിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ഹോപ്കിൻസ് ആണ്. വിറ്റാമിന് പേര് നൽകുന്ന സംഘടന ചോദിച്ചാൽ IUCN ആണ്. IUCN ഫുൾ ഫോം പഠിച്ചു വെക്കണം. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ്. മിക്ക വിറ്റാമിനുകൾ ശരീരത്തിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയില്ല. അതിനാൽ അവ ഇതിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ? ഭക്ഷണത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ആകെ വിറ്റാമിനുകളുടെ എണ്ണം എത്രയാടാ? 13 എണ്ണം. ബി കോംപ്ലക്സ് വിറ്റാമിനുകളോ? 8 എണ്ണം. അടുത്ത നമ്മുടെ ശരീരത്തിലെ വിറ്റാമിനുകളും അവയുടെ രാസനാമങ്ങളാണ് പഠിക്കാനുള്ളത് കേട്ടോ. അടുത്തായിട്ടാണ് വിറ്റാമിനുകളും അവയുടെ രാസനാമങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. വിറ്റാമിൻ ബി ആണെങ്കിലോ? തയാമിൻ. വിറ്റാമിൻ ബി ആണെങ്കിൽ തയാമിൻ. വിറ്റാമിൻ സി ആണെങ്കിൽ എന്താ? അസ്കോർബിക് ആസിഡ് കേട്ടോ. വിറ്റാമിൻ സി ആണെങ്കിൽ അസ്കോർബിക് ആസിഡ് എന്നാണ്. വിറ്റാമിൻ ഡി ആണെങ്കിൽ കാൽസിഫെറോൾ. വിറ്റാമിൻ ഇ ആണെങ്കിൽ ടോക്കിഫെറോൾ. വിറ്റാമിൻ കെ ആണെങ്കിൽ സിലോക്കിനോൾ. ഇത് പഠിച്ചു നോക്കണ്ടാ. വിറ്റാമിൻ എ ആണെങ്കിൽ റെറ്റിനോള്, വിറ്റാമിൻ ബി ആണെങ്കിൽ തയാമിൻ, വിറ്റാമിൻ സി ആണെങ്കിൽ അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ ഡി ആണെങ്കിൽ എന്താണ്? കാൽസിഫെറോൾ, വിറ്റാമിൻ ഇ ആണെങ്കിൽ ടോക്സിഫെറോൾ, വിറ്റാമിൻ കെ ആണെങ്കിൽ സിലോക്കിനോൾ. ഇവിടെ ഓർത്തോക്കണം. വിറ്റാമിൻ എ റെറ്റിനോൾ, വിറ്റാമിൻ ബി തയാമിൻ, വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ, വിറ്റാമിൻ ഇ ആണെങ്കിൽ ടോക്സിഫെറോൾ, വിറ്റാമിൻ കെ ആണെങ്കിൽ സിലോക്കിനോൾ. ഓക്കെ അല്ലടാ? വിറ്റാമിൻ ബി വിറ്റാമിനുകളെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? B1, B2, B4, B5, B6, B12 എന്നിങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാവുന്നതാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ADEK എന്നുള്ള മാത്രമാണ് പഠിക്കുന്നത്. പഠിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് നമ്മൾ എന്താ ഏതൊക്കെയാണ്? ADEK. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ADEK കേട്ടോ. അടക്ക് നമുക്ക് ഷോർട്ട് ആയിട്ട് പഠിച്ചു കേട്ടോ. അടക്ക് കേട്ടോ. അടക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ADEK. അടുത്ത ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണെങ്കിൽ ഏതൊക്കെയാണ്? ബിയും സിയും കേട്ടോ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണെങ്കിൽ ഏതൊക്കെയാണ്? ബിയും സിയും. മനുഷ്യന് സംഭരിക്കാൻ കഴിയാത്ത വിറ്റാമിൻ ആണ് ബിയും സിയും കേട്ടോ. മനുഷ്യന് സംഭരിക്കാൻ കഴിയാത്ത വിറ്റാമിനുകളാണ് ബിയും സിയും. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ചോദിച്ചാൽ ഏതൊക്കെയാണ്? അതും ബിയും സി കേട്ടോ. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ചോദിച്ചാൽ ഏതാണ്? ബിയും സി ആണ്. അപ്പൊ എന്തൊക്കെയാ ഇപ്പൊ പഠിച്ചത് നമ്മള്? വിറ്റാമിനുകൾ അവയുടെ രാസനാമങ്ങളാണ്. വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ റെറ്റിനോളും, വിറ്റാമിൻ ബി എന്ന് പറഞ്ഞാൽ തയാമിനും, വിറ്റാമിൻ സി ചോദിച്ചാൽ അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ ഡി ചോദിച്ചാൽ കാൽസിഫെറോണ്, വിറ്റാമിൻ ഇ ചോദിച്ചാൽ ടോക്കോഫെറോണ്, വിറ്റാമിൻ കെ ചോദിച്ചാൽ ഏതാണ്? ഫിനോക്കിനാണ്. വിറ്റാമിനുകൾ എങ്ങനെ എത്ര തരംതിരിച്ചിട്ടുണ്ട്? 2 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളെന്നും 2 ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളെന്നും. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണെങ്കിൽ ADEK എന്നും, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണെങ്കിൽ ബിയും സിയും എന്നാണ്. അതിൽ മനുഷ്യ ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ബിയും സിയും. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ചോദിച്ചാലും ബിയും സിയോ കേട്ടോ. അതില് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് ADയും Aയും Dയും Eയും Kയും കേട്ടോ. അപ്പൊ ആദ്യം പഠിക്കാൻ പോകുന്നത് ജീവകം എ അഥവാ വിറ്റാമിൻ എ എന്നാണ് കേട്ടോ. അത് കണ്ടെത്തിയത് എൽമർ മക്കുലോവും മാർഗരറ്റ് ഡേവിസും കേട്ടോ. എൽമർ മക്കുലോവും മാർഗരറ്റ് ഡേവിസുമാണ് കണ്ടെത്തിയത്. ഇത് എവിടുന്നാണ് കണ്ടുപിടിച്ചത്? വെണ്ണയിൽ നിന്ന് വേർതിരിച്ചെടുത്താണ് കണ്ടെത്തിയത്. എവിടുന്നാണ്? വെണ്ണയിൽ നിന്ന് വേർതിരിച്ചെടുത്താണ് ജീവകം എ കണ്ടെത്തിയത്. ആരൊക്കെ കണ്ടുപിടിച്ചത്? എൽമർ മക്കുലോവും മാർഗരറ്റ് ഡേവിസും കേട്ടോ. അതിന് ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എന്താ? റെറ്റിനോൾ കേട്ടോ. അതിന് ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എന്താണ്? റെറ്റിനോൾ. ശാസ്ത്രീയ നാമം ചോദിച്ചാൽ റെറ്റിനോൾ. നമ്മൾ നേരത്തെ പഠിച്ചാണ് ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ ആണ്. ഇത് എന്തിനൊക്കെയാ വെച്ചാൽ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് ജീവകം എ കേട്ടോ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ്
ജീവകം എ. കണ്ണിനും കാഴ്ചയ്ക്കും വേണ്ട വിറ്റാമിൻ ഉണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തിന് എല്ലാത്തിനും വിറ്റാമിൻ എ ആണ്. ഓർത്തില്ലേ, കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ നമ്മുടെ വൈറ്റമിൻ ചോദിച്ചാൽ ജീവകം എ ആണ്. ഇതിന് നമ്മൾ ബ്രൈറ്റ് ഐ വൈറ്റമിൻ, വിഷൻ വൈറ്റമിൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? ബ്രൈറ്റ് ഐ വൈറ്റമിൻ, വിഷൻ വൈറ്റമിൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇലക്കറികളിൽ നിന്നും ധാരാളം ലഭിക്കുന്ന ജീവകമാണ് ജീവകം എ കേട്ടോ. ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകം എ. ചീര, ചേമ്പില, ക്യാരറ്റ്, കരള്, പയറുൽപ്പന്നങ്ങൾ, തേന്, തേങ്ങാ വെള്ളത്തിൽ, ആപ്പിൾ എന്നിവയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ചീരയിലുണ്ട്, ചേമ്പിലയിലുണ്ട്, ക്യാരറ്റ്, കരള്, പയറുൽപ്പന്നങ്ങള്, തേന്, തേങ്ങാ വെള്ളം, ആപ്പിൾ എന്നിവയിലെല്ലാം ധാരാളമായി കാണപ്പെടുന്നതാണ് ജീവകം എ. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ടോ? കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? ജീവകം എ. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ആണ് ജീവകം എ. അപ്പൊ എന്തൊക്കെയാണ് അപ്പൊ ജീവകം എയിൽ പെട്ടത്? അത് കണ്ടെത്തിയത് എൽമർ മക്കലോ മാർഗരറ്റ് ഡേവിസുമാണ്. ഇത് ഏതിൽ നിന്ന് വേർതിരിച്ചാണ് കണ്ടെത്തിയത്? വെണ്ണയിൽ നിന്ന് വേർതിരിച്ചെടുത്താണ് കണ്ടെത്തിയത്. ഇതിന് ശാസ്ത്രീയനാമം ചോദിച്ചാൽ എന്താണ്? റെറ്റിനോൾ. ശാസ്ത്രീയനാമം ചോദിച്ചാൽ റെറ്റിനോൾ. പിന്നെ ഇത് കണ്ണ്, കാഴ്ച, ത്വക്ക്, മുടി എന്നിവയ്ക്കൊക്കെ ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അതിന് ബ്രൈറ്റ് എ വൈറ്റമിൻ, വിഷൻ വൈറ്റമിൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ഏത്? ജീവകം എ. ചീര, ചേമ്പില, ക്യാരറ്റ്, കരള്, പയറ്, പാലുൽപ്പന്നങ്ങൾ, തേന്, തേങ്ങാ വെള്ളം, പിന്നെ ആപ്പിൾ എന്നിവയിൽ നിന്നൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ജീവകമാണ് ജീവകം എ. ഇത് എവിടെയാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ കരളിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. അടുത്തത് കരോട്ടിൻ വൈറ്റമിൻ എ മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? കരോട്ടിൻ എന്നത് വൈറ്റമിൻ എയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുന്നത് അത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. കരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. കരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതാണ് കരോട്ടിനും ബീറ്റ കരോട്ടിനോ. എന്താ പറയുന്നത്? പ്രോ വൈറ്റമിൻ എ ആണ് കരോട്ടിൻ എന്നും ബീറ്റ കരോട്ടിൻ എന്നും അറിയപ്പെടുന്നത്. അപ്പൊ എന്താ പറയാ? കരോട്ടിൻ വിറ്റാമിൻ എ ആയി മാറുന്നത് കരളിൽ വെച്ചിട്ടാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് കരോട്ടിൻ അഥവാ ബീറ്റ കരോട്ടിൻ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റാമിനും കൂടി ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ എ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. ഇത് ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണമാകുന്ന വൈറ്റമിനും കൂടിയാണ് കരോട്ടിൻ. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണമാകുന്നത് കരോട്ടിനാണ്. എന്താണ്? ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണമാകുന്നത് കരോട്ടിനാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ എയുടെ ഇത് ഇമ്പോർട്ടൻസ് ആണ്, ഓർത്ത് വെക്കണം. വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇത് ഓർത്ത് വെക്കണം കേട്ടോ. 1 നിശാന്തത, 2 സിറോഫ്താൽമിയ, 3 മൈറ്റോഡ് സ്പോട്ടുകൾ, 4 പ്രൈനോഡെർമ, 5 കെരാട്ടോ മലേഷ്യ. ഓർത്ത് കേട്ടോ. നിശാന്തത, സിറോഫ്താൽമിയ, മൈറ്റോഡ് സ്പോട്ടുകൾ, പ്രൈനോഡെർമ, കെരാട്ടോ മലേഷ്യ കേട്ടോ. ഇതൊക്കെയാണ് വിറ്റാമിനുകളുടെ എയിലെ അപര്യാപ്ത രോഗങ്ങൾ. ഇതിൽ നമ്മൾ നിശാന്തതയും സിറോഫ്താൽമിയയും എന്തായാലും ഓർത്ത് വെക്കണം കേട്ടോ. നിശാന്തതയും സിറോഫ്താൽമിയയും എന്തായാലും ഓർത്ത് വെക്കണം. എല്ലാ എക്സാമിനും ചോദിക്കുന്ന കേട്ടോ. നിശാന്തതയും സിറോഫ്താൽമിയ കേട്ടോ. വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തതയും സിറോഫ്താൽമിയ കേട്ടോ. പിന്നെ കോർണിയ വരണ്ടുണ്ടാകുന്ന രോഗമാണ് എന്ത്? സിറോഫ്താൽമിയ കേട്ടോ. കോർണിയ, നമ്മുടെ കണ്ണിലെ കാഴ്ചയില് കോർണിയ വരണ്ടുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കണ്ണ് നേത്രദാനം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്താണ് മാറ്റി വെക്കുന്നത്? കോർണിയ മാത്രമാണ് മാറ്റി വെക്കാറ് കേട്ടോ. കോർണിയ മാത്രമാണ് നമ്മൾ നേത്രദാനം ചെയ്യുമ്പോൾ മാറ്റി വെക്കാറ് കേട്ടോ. ഓർത്ത് വെച്ചോട്ടോ. കോർണിയ മാത്രമാണ് നമ്മൾ നേത്രദാനം ചെയ്യുമ്പോൾ മാറ്റി വെക്കാറുള്ളൂ. അപ്പൊ എന്താണ്? കോർണിയ വരണ്ടുണ്ടാകുന്ന രോഗത്തെ എന്താണ് നമ്മൾ അറിയപ്പെടുന്നത്? സിറോഫ്താൽമിയ എന്നാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത്? കരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. കരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതാണ് കരോട്ടിൻ അല്ലെങ്കിൽ ബീറ്റ കരോട്ടിൻ എന്നും അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പിനുമ്പോ കുഞ്ഞിന് നൽകുന്ന വിറ്റാമിൻ ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണമായതാണ് കരോട്ടിൻ കേട്ടോ. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ. അത് കരോട്ടിൻ എന്നാട്ടോ, കരോട്ടിൻ എന്നല്ല, അത് എഴുതിയപ്പോൾ മാറിപ്പോയാണ്. കരോട്ടിൻ എന്നാട്ടോ. പിന്നെ വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തത, സിറോഫ്താൽമിയ, മൈറ്റോഡ് സ്പോട്ടുകൾ, പ്രൈനോഡെർമ, കെരാട്ടോ മലേഷ്യ കേട്ടോ. ഓർത്ത് വെച്ചോട്ടോ. പിന്നെ കോർണിയ വരണ്ടുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. നേത്രദാനം ചെയ്യുമ്പോൾ കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കുന്നത്? കോർണിയ കേട്ടോ. അത് ഓർത്ത് വെച്ചോട്ടോ. അപ്പൊ കോർണിയ വരേണ്ട രോഗമാണ് സിറോഫ്താൽമിയ. ഓക്കെ അല്ലടാ. അടുത്ത നമ്മൾ വിറ്റാമിൻ ഡി ആട്ടോ പഠിക്കുന്നത്. വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയനാമം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചാണ്. വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയനാമമാണ് കാൽസിഫെറോൾ. എന്താണ്? വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയനാമമാണ് കാൽസിഫെറോൾ. ഓർത്ത് വെച്ചോട്ടോ. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഡി കേട്ടോ. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയനാമം എന്താ? കാൽസിഫെറോൾ. പിന്നെ സൂര്യപ്രകാശം തട്ടുമ്പോൾ ത്വക്കിനടിയിൽ കൊളസ്ട്രോൾ വിഘടിച്ച് വിറ്റാമിൻ ഡി ആകുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് നടക്കുമ്പോൾ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ ത്വക്കിനടിയിലാണല്ലോ നമ്മൾ സാധാരണ കൊളസ്ട്രോളിൽ അടിഞ്ഞുകൂടാ. ഇത് വിഘടിച്ച് എന്തായി മാറുന്നു? വിറ്റാമിൻ ഡി ആകുന്നു. ഓക്കെ. അടുത്ത വിറ്റാമിൻ ഡി ആയി മാറുന്ന കൊളസ്ട്രോൾ എന്താണ്? എർഗോസ്റ്റിറോൾ കേട്ടോ.
വിറ്റാമിൻ ഡി ആയി മാറുന്ന കൊളസ്ട്രോൾ ആണ് എർഗോസ്റ്റിറോയിഡ് കേട്ടോ. ഓർത്ത് വെച്ചോ, വിറ്റാമിൻ ഡി ആയി മാറുന്ന കൊളസ്ട്രോളിന് അറിയപ്പെടുന്നതാണ് എർഗോസ്റ്റിറോയിഡ്. ഇതിനെ നമ്മൾ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട്? സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്, സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വിറ്റാമിൻ ഡി എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട്? സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നുണ്ട്, സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ചെറുകുടലിൽ നിന്ന് കാൽസ്യം ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്നു കേട്ടോ. എന്തെന്നാണ്? ചെറുകുടലിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ആരാണ്? വിറ്റാമിൻ ഡി ആണ് കേട്ടോ. ചെറുകുടലിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ആരാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം വെച്ചാൽ അത് ഏതാണ്? റിക്കറ്റ്സ് ആട്ടോ, അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് കണ എന്നും പറയുന്നത് കേട്ടോ. റിക്കറ്റ്സ് ആണ് രോഗം, അതിന് മലയാളത്തിൽ എന്താ പറയാ? കണ എന്ന് പറയുന്നത് കേട്ടോ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ഓർത്തുവെച്ചോ, ശാസ്ത്രീയനാമം എന്താണ്? കാൽസിഫെറോൾ. നമ്മളിപ്പോ ഇതിനെ പറ്റി പഠിക്കുന്നത് വിറ്റാമിൻ ഡി, അതിന്റെ ശാസ്ത്രീയനാമം എന്താണ്? കാൽസിഫെറോൾ. അത് നമുക്ക് എവിടുന്നാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ അല്ലടാ? എവിടുന്നാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്ന വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഡി. ഇത് സൂര്യപ്രകാശം തട്ടുമ്പോൾ ത്വക്കിനടിയിലാണല്ലോ നമ്മൾ സാധാരണ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാ, അത് വിഘടിച്ച് എന്തായി മാറുന്നു? വിറ്റാമിൻ ഡി ആകുന്നു. വിറ്റാമിൻ ഡി ആയി മാറുന്ന കൊളസ്ട്രോൾ നമ്മൾ എന്താ അറിയപ്പെടുന്നത്? എർഗോസ്റ്റിറോയിഡ്. എന്താണ്? വിറ്റാമിൻ ഡി ആയി മാറുന്ന കൊളസ്ട്രോൾ അറിയപ്പെടുന്നതാണ് എർഗോസ്റ്റിറോയിഡ്. ഇത് എന്തൊക്കെ പേരിൽ നമ്മൾ അറിയപ്പെടുന്നു പറഞ്ഞത്? സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്, സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു കേട്ടോ. പിന്നെ ചെറുകുടലിൽ നിന്ന് കാൽസ്യം ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഇവിടുന്നാണ് ചെറുകുടലിൽ നിന്ന് കാൽസ്യം ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളുണ്ടാകുന്ന രോഗം എന്താണ്? റിക്കറ്റ്സ് കേട്ടോ. വിറ്റാമിൻ ഡിയും കുറവ് മൂലം കുട്ടികളാണെങ്കിൽ റിക്കറ്റ്സും അല്ലെങ്കിൽ കണ. മുതിർന്നവരാണ് എന്താണ് അറിയപ്പെടുന്നത്? ഓസ്റ്റിയോ മലേഷ്യ കേട്ടോ. മുതിർന്നവരാണ് എന്താണ്? ഓസ്റ്റിയോ മലേഷ്യ. ഓർത്തിച്ചോ, മുതിർന്നവരാണ് ഓസ്റ്റിയോ മലേഷ്യ, കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സ് കണ. പിന്നെ എല്ലുകളുടെയും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ ഡി. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. ഓക്കെ അല്ലടാ? എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. രക്തത്തിലെ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഡി. ഏതാണ്? രക്തത്തിലെ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അപ്പൊ എന്താടാ പറഞ്ഞത്? കുട്ടികളിലാണ് എന്തായിരുന്നു രോഗം വരുന്നത്? അപര്യാപ്ത രോഗം എന്താണ്? കുട്ടികളിലാണെങ്കിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്, മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോ മലേഷ്യ. പിന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന വിറ്റാമിൻ ആണ് ഇത്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് ഇത് വൈറ്റമിൻ ഡി. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഡി കേട്ടോ. ഓർത്ത് വെച്ചോ. പിന്നെ ഒരു കാര്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താ? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് സ്പിഗ്മോ മാനോമീറ്റർ കേട്ടോ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് സ്പിഗ്മോ മാനോമീറ്റർ കേട്ടോ. പിന്നെ ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ കമന്റിൽ അറിയിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ജീവകം ഡി, ഈ ജീവകം ഡിയെ അതായത് വിറ്റാമിൻ ഡിയെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. D2 എന്നും D3 എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ നാമങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കണം കേട്ടോ. അപ്പൊ നമ്മള് വിറ്റാമിൻ ഡിയെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ്. സൂര്യപ്രകാശം തട്ടുമ്പോൾ ത്വക്കിനടിയിലെ കൊളസ്ട്രോൾ വിഘടിച്ച് എന്തായി മാറുന്നു? വിറ്റാമിൻ ഡി ആകുന്നു. വിറ്റാമിൻ ഡി ആയി മാറുന്ന കൊളസ്ട്രോൾ നമ്മൾ എന്താ അറിയപ്പെടുന്നത്? എർഗോസ്റ്റിറോയിഡ് എന്ന് അറിയപ്പെടുന്നു. വിറ്റാമിൻ ഡി എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റിറോയിഡ് വൈറ്റമിൻ, സൺഷൈൻ വൈറ്റമിൻ ഒക്കെ എന്നൊക്കെ അറിയപ്പെടുന്നു. പിന്നെ കുടലിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ആരാണ്? വിറ്റാമിൻ ഡി ആണ്. കുടലിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ആരാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ റിക്കറ്റ്സും, മുതിർന്നവരിലാണെങ്കിൽ എന്താ? ഓസ്റ്റിയോ മലേഷ്യ ആണ്. പിന്നെ എല്ലുകളുടെയും പല്ലുകൾക്കും ബലം നൽകാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് എന്ത്? വിറ്റാമിൻ ഡി. പിന്നെ രക്തത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഡി. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. പിന്നെ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ എന്നാണ്. പിന്നെ വൈറ്റമിൻ എത്ര തിരിച്ചിട്ടുണ്ട്? D2 എന്നും D3 എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് വിറ്റാമിൻ ഇയെ കുറിച്ചാണ്. വിറ്റാമിൻ ഇ കേട്ടോ. അപ്പൊ നമ്മൾ എയും ഡിയും പഠിച്ചു. ഇനി അടുത്ത പഠിക്കാൻ പോണേ ഇ ആട്ടോ. ഈ ശാസ്ത്രീയനാമം ചോദിച്ചാൽ എന്താണ്? ടോക്കോഫെറോൾ ആട്ടോ. വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയനാമം ചോദിച്ചാൽ ടോക്കോഫെറോൾ ആണ്. ഇത് എന്തെന്ന് അറിയപ്പെടുന്നത്? ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് ഓർത്ത് വെക്കണം. ബ്യൂട്ടി വൈറ്റമിൻ. വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയനാമം ചോദിച്ചാൽ ടോക്കോഫെറോൾ എന്നും, അതിനെന്തെന്നാണ് അറിയപ്പെടുന്നത്? ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഹൃദയത്തിന് വേണ്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. എന്താണ്? ഹൃദയത്തിന് വേണ്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ എന്നും അറിയപ്പെടുന്നു. പിന്നെ ഇത് ശാസ്ത്രീയ വെച്ചാൽ ടോക്കോഫെറോൾ എന്നാണ്. ഇതിന് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഹൃദയ രോഗത്തിന് വേണ്ട വൈറ്റമിൻ വെച്ചാൽ വിറ്റാമിൻ ഇ ആണ്. ഇത് റീപ്രൊഡക്ഷൻ സഹായിക്കട്ടോ. നമ്മുടെ ശരീരത്തിൽ റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന വൈറ്റമിൻ വെച്ചാൽ വിറ്റാമിൻ ഇ ആട്ടോ. നമ്മുടെ ശരീരത്തിൽ റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന വൈറ്റമിൻ വെച്ചാൽ വിറ്റാമിൻ ഇ ആണ്. ഇതിന്റെ അപര്യാപ്ത രോഗം എന്ന് ചോദിച്ചാൽ വന്ധ്യത കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ്. ഈ രോഗങ്ങളും വൈറ്റമിന്റെ അപര്യാപ്ത രോഗങ്ങളൊക്കെ നമ്മൾ ഓർത്ത് കേട്ടോ. വന്ധ്യത കേട്ടോ. വിറ്റാമിൻ ഇയുടെ അപര്യാപ്ത രോഗം വന്ധ്യതയാണ്. നിശാന്തതയല്ല, വന്ധ്യതയാണ്. മാറിപ്പോരുത്. നിശാന്തത ഏതിന്റെ? വിറ്റാമിൻ എന്റെ ആണ്. വിറ്റാമിൻ ഇന്റെ ആണ് എന്തത്? വന്ധ്യത. ഓർത്തോ കേട്ടോ. പിന്നെ നവജാത ശിശുക്കളിൽ വിളർച്ചയ്ക്ക് കാരണമായ രോഗം കേട്ടോ. നവജാത ശിശുക്കളിൽ വിളർച്ചയ്ക്ക് കാരണമാകുന്ന വൈറ്റമിൻ ഏതാണ്? വിറ്റാമിൻ ഇ കേട്ടോ. ഇതിന്റെ കുറവ് പോലാണ്
നമ്മുടെ നവജാത ശിശുക്കളിൽ വിളർച്ച ഉണ്ടാകുന്നത്. ഇതിന്റെ കുറവ് മൂലം വിറ്റാമിൻ ഇയുടെ കുറവ് മൂലമാണ് നവശിശുക്കളിൽ വിളർച്ച ഉണ്ടാകുന്നത്. പിന്നെ ഹൃദയത്തിന്റെ സംരക്ഷകൻ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. എന്തൊക്കെയാണ്? ഹൃദയത്തിന്റെ സംരക്ഷകൻ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? വിറ്റാമിൻ ഇ ആട്ടോ. ഹൃദയത്തിന്റെ സംരക്ഷണം എന്നും ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ പയറ്, മുട്ടയുടെ മഞ്ഞ കേട്ടോ. പയറിലും മുട്ടയുടെ മഞ്ഞയിലും ഒക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വിറ്റാമിൻ ഇ കേട്ടോ. പയറ്, മുട്ടയുടെ മഞ്ഞ എന്നിവയിലൊക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. പിന്നെ സസ്യ എണ്ണ, അതായത് നമ്മുടെ സൂര്യകാന്തിക്കില്ലേ, അങ്ങനത്തെ സസ്യ എണ്ണകളിലൊക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കേട്ടോ. സൺഫ്ലവർ ഓയിൽ കേട്ടിട്ടുള്ള അതിനകത്തൊക്കെ സസ്യ എണ്ണയിലൊക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. പിന്നെ ഇത് ആക്ടാസ് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നു കേട്ടോ. പിന്നെന്താണ് അറിയപ്പെടുന്നത്? ആക്ടാസ് ഹോർമോൺ എന്നും അറിയപ്പെടുന്ന ഏതാണ്? വിറ്റാമിൻ ഇ ആട്ടോ. അപ്പൊ വിറ്റാമിൻ ഇ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ബ്യൂട്ടി വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു, ആക്ടാസ് ഹോർമോൺ എന്നും അറിയപ്പെടുന്നു കേട്ടോ. ഇതൊക്കെ ഓർത്തോക്കണം. വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ഓർത്തോക്കണം, മറക്കരുത്. പിന്നെ അപര്യാപ്ത രോഗം മറക്കരുത്. ഇതൊക്കെ ഓർത്തോക്കണം കേട്ടോ. അടുത്ത് വിറ്റാമിൻ കെ ആട്ടോ. വിറ്റാമിൻ കെ ശാസ്ത്രീയനാമം എന്താ? ശാസ്ത്രീയനാമാണ് ഫില്ലോക്വിനോൺ കേട്ടോ. വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയനാമാണ് ഫില്ലോക്വിനോൺ. അത് കണ്ടെത്തിയാലാണ് ഹെൻറിക് ഡാം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കേട്ടോ. അത് കണ്ടെത്തിയാലാണ് ഹെൻറിക് ഡാം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇത് എന്തിനാണ് സഹായിക്കുന്നത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ കെ ആട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ചോദിച്ചതാണ് ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ കെ. അതിന് സഹായിക്കുന്ന ധാതു ചോദിക്കുകയാണെങ്കിൽ കാൽസ്യം കേട്ടോ. അതിന് സഹായിക്കുന്ന ധാതു ചോദിച്ചാൽ കാൽസ്യമാണ്. ഓർത്ത് വെച്ചോത്ര. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ കെ, രക്തത്തിലെ പ്രോട്ടീൻ ചോദിച്ചാൽ ഫൈബ്രിനോജൻ, ധാതു ചോദിക്കുകയാണെങ്കിൽ കാൽസ്യം. ഓക്കെ അല്ലടാ? അടുത്ത വിറ്റാമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാ? പ്രോത്രോമിൻ ആട്ടോ. ഓർത്ത് വെച്ചോട്ടെ. അത് ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. വിറ്റാമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ചോദിച്ചാൽ പ്രോത്രോമിൻ ആട്ടോ. വിറ്റാമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ്? പ്രോത്രോമിൻ. കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമായി വേണ്ട വിറ്റാമിനാണ് വിറ്റാമിൻ കെ കേട്ടോ. കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമായി വേണ്ട വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ കെ. പിന്നെ വിറ്റാമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് രക്തസ്രാവം, അല്ലെങ്കിൽ എന്താ പറയാ, ഹീമോഫീലിയ കേട്ടോ. രക്തസ്രാവം എന്നും പിന്നെ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഹീമോഫീലിയ എന്നാ കേട്ടോ. വിറ്റാമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് രക്തസ്രാവവും ഹീമോഫീലിയ. ഇത് രണ്ടും ഒരു സാധനം കേട്ടോ. രക്തസ്രാവവും ഹീമോഫീലിയയും രണ്ടും ഒന്ന് തന്നെയാണ്. ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തായിരുന്നു? രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത് ഹീമോഫീലിയ. എന്താണ്? രാജകീയ രോഗം എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ കേട്ടോ. ഓർത്ത് ചോട്ടണം. അപ്പൊ നമ്മൾ വിറ്റാമിൻ കെ കുറിച്ച് ഇപ്പൊ പഠിച്ചെന്താണ്? ശാസ്ത്രീയ നിയമം ചോദിച്ചാൽ ഫില്ലോക്വിനോൺ. കണ്ടെത്തിയതാരാണ്? ഹെൻറിക് ഡാം കേട്ടോ. കണ്ടെത്തിയത് ഹെൻറിക് ഡാം ആണ്. ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഫില്ലോക്വിൻ ആണ്. എന്തിനു സഹായിക്കുന്നത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ്. ഓർത്ത് കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ കെയും, പിന്നെ എന്താണ് ധാതു ആണ് ചോദിക്കുന്നെങ്കിൽ കാൽസ്യവും, പിന്നെ ബ്ലഡ് പ്രോട്ടീനാണ് ചോദിക്കുന്നെങ്കിൽ എന്താണ്? ഫൈബ്രിനോജനും കേട്ടോ. എടാ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ചോദിച്ച വിറ്റാമിൻ കെയും, ധാതു ചോദിക്കുന്നെങ്കിൽ കാൽസ്യവും, പ്രോട്ടീനാ ചോദിക്കുന്നെങ്കിൽ ഫൈബ്രിനോജൻ കേട്ടോ. ഓർത്ത് വെച്ചോട്ടാ. പിന്നെ വിറ്റാമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാ? പ്രോത്രോമിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോ കേട്ടോ. വിറ്റാമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ആണ് പ്രോത്രോമിൻ. പിന്നെ കരളിന്റെ ആരോഗ്യത്തിന് വേണ്ട വിറ്റാമിനാണ് വിറ്റാമിൻ കെ കേട്ടോ. കരളിന്റെ ആരോഗ്യത്തിന് വേണ്ട വിറ്റാമിനാണ് വിറ്റാമിൻ കെ. എന്താ? വിറ്റാമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗം ഏതാണ്? രക്തസ്രാവം, അല്ലെങ്കിൽ എന്താണ്? ഹീമോഫീലിയ. ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാജകീയ രോഗം. ഓക്കെ അല്ലടാ? പിന്നെ ചില ബാക്ടീരിയകൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ കേട്ടോ. ചില ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വിറ്റാമിൻ കെ കേട്ടോ. ചില ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. പിന്നെ ഈ വൈറ്റമിൻ എന്ന് വെച്ചാൽ തണുപ്പിച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. തണുപ്പിച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. തണുപ്പിച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഇത് എവിടേക്കാണ് ഇതിന്റെ ധാരാളമായി അടങ്ങിയിരിക്കുന്നത്? കോളിഫ്ലവർ, ക്യാബേജ്, ചീര, ഇവിടേക്കാണ് ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കേട്ടോ. കോളിഫ്ലവർ, ക്യാബേജ്, ചീര എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ അല്ലെങ്കിൽ രക്തസ്രാവം കേട്ടോ. ഹീമോഫീലിയയുടെ മറ്റൊരു പേരെന്താ? അറിയപ്പെടുന്ന പേരെന്താ? വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കേട്ടോ. റിപ്പീറ്റേഷൻ വന്നാണ്. വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ കേട്ടോ. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ രാജകീയ രോഗം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഒന്ന് റിവേഴ്സ് ചെയ്യാം. ഒന്ന് തൊട്ട്
എടാ വിറ്റാമിൻ എന്ന് പറയുന്നത് പച്ചക്കറിയിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങളാണ് നമ്മൾ വിറ്റാമിൻ എന്ന് പറയുന്നത്. വിറ്റാമിൻ എന്ന വാക്കിന് ഉപജ്ഞാതാവ് ആരാണ്? വാസിമർ ഫങ്കാണ്. വിറ്റാമിൻ കണ്ടുപിടിച്ച ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. വിറ്റാമിൻ കണ്ടുപിടിച്ച ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. വിറ്റാമിൻ എന്ന പേര് നൽകുന്ന സംഘടന ആരാടാ? IUCN ആട്ടോ. വിറ്റാമിൻ എന്ന പേര് നൽകുന്ന സംഘടന വെച്ചാൽ IUCN ആണ്. IUCN ഫുൾ ഫോം വെച്ചാൽ എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി കേട്ടോ. നമുക്ക് ഓർത്ത് കണ്ടാ. പിന്നെ നമ്മുടെ ശരീരത്തിൽ ആകെ വൈറ്റമിൻ എണ്ണത്തിലാടാ 13. ആകെ വിറ്റാമിൻ എണ്ണത്തിലാടാ 13 കേട്ടോ. പിന്നെ ബി കോംപ്ലക്സ് വൈറ്റമിൻ എത്ര ഉണ്ട്? 8 എണ്ണം. വിറ്റാമിൻ എത്ര ആണ്? 8 എണ്ണം. പിന്നെ വിറ്റാമിനുകൾ അവയുടെ രാസനാമങ്ങൾ. വിറ്റാമിൻ എ ആണ് റെറ്റിനോള്. വിറ്റാമിൻ ബി ആണെങ്കിൽ തയാമിൻ. വിറ്റാമിൻ സി ആണെങ്കിൽ അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ ഡി ആണെങ്കിൽ കാൽസിഫെറോൾ. വിറ്റാമിൻ ഇ ആണെങ്കിൽ ടോക്കോഫിറോൾ. വിറ്റാമിൻ കെ ആണെങ്കിൽ എന്താണ്? ഫില്ലോക്കിനോ കേട്ടോ. നമ്മളെ വിറ്റാമിൻ എത്ര തരച്ചിട്ടുണ്ട്? 2 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവയെ, 2 ജലത്തിൽ ലയിക്കുന്നവയെ. കൊഴുപ്പിൽ ലയിക്കുന്നവയാണെങ്കിൽ ADEK എന്നും, ജലത്തിൽ ലയിക്കുന്നവയാണെങ്കിൽ ബിയും സി കേട്ടോ. ഈ ബീനെ തന്നെ നമ്മൾ 8 തരംതിരിച്ചിട്ടില്ലേ? അത് നമ്മൾ അടുത്ത പ്രാവശ്യം പഠിക്കുന്ന കേട്ടോ. B1 B2 അങ്ങനെ കുറെ പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത പ്രാവശ്യം പഠിക്കുന്നതായിരിക്കും. പിന്നെ മനുഷ്യൻ സംഭരിക്കാൻ കഴിയാത്ത വൈറ്റമിൻ ചോദിച്ചാണ് ബിയും സി ആണ്. മൂത്രത്തിൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? ബിയും സി ആണ്. പിന്നെ ജീവകം എ ആണെങ്കിൽ അത് ശാസ്ത്രീയമായി വെച്ച റെറ്റിനോളും. അത് കണ്ടെത്തിയത് എൽമർ മക്കലും മാർഗരറ്റ് ഡേവിസുമാണ്. വെണ്ണയിൽ നിന്ന് വേർതിരിച്ചാണ് കണ്ടെത്തിയത്. ഇതിലെ ഈ ശാസ്ത്രീയനാമൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തോ കണ്ടാ. പിന്നെ കണ്ണിന്റെയും ത്വക്കിന്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എ ആണ്. ഇതിനെ ബ്രൈറ്റ് ഐ വൈറ്റമിൻ എന്നും വിഷൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ്? ബ്രൈറ്റ് ഐ വൈറ്റമിൻ എന്നും വിഷൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ എ. പിന്നെ ചീര, ചേമ്പ്, ക്യാരറ്റ്, കരള്, പയറുൽപ്പന്നങ്ങൾ, തേന്, തേങ്ങ എന്നിവയിലൊക്കെ ധാരാളമായി അടങ്ങിയതാണ് ജീവകം എ. പിന്നെ കരളിൽ സംഭരിച്ചിരിക്കുന്ന വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ എ. പിന്നെ കരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. കരോട്ടിൻ വൈറ്റമിൻ എ ആയി മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ്? പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതാണ് കരോട്ടിൻ അല്ലെങ്കിൽ ബീറ്റ കരോട്ടിൻ കേട്ടോ. എന്താണ്? പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതാണ് കരോട്ടിൻ അല്ലെങ്കിൽ ബീറ്റ കരോട്ടിൻ. പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ഇതൊക്കെ പഠിച്ചാണ്, മറക്കല്ലേ. പിന്നെ ക്യാരറ്റിന് ഓറഞ്ച് നിറത്തിന് കാരണം ഏതാണ്? കരോട്ടിനാണ്. പിന്നെ വൈറ്റമിൻ എയുടെ അപര്യാപ്തത വെച്ചാണ് അതൊക്കെയാണ് നിശാന്തത, സിറോഫ്താൽമിയ, ബൈറ്റോട്ട് ഫൂട്ടുകൾ, ഫ്രൈനോഡെർമ, കെരോട്ട മലേഷ്യ. ഓർത്ത് കണ്ട വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം ഏതാണ്? നിശാന്തത, സിറോഫ്താൽമിയ കേട്ടോ. ഓർത്ത് വെച്ചോ. പിന്നെ കോർണിയ വരണ്ടുണ്ടാകുന്ന രോഗം ഏതൊക്കെയാണ്? കോർണിയ വരണ്ടുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ കേട്ടോ. ഏതാണ്? കോർണിയ വരണ്ടുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. ഓക്കെ അല്ലടാ. അടുത്ത വിറ്റാമിൻ ഡി ആണെങ്കിൽ ശാസ്ത്രീയനാമ കാൽസ്യഫെറോള്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു. സൂര്യപ്രകാശം തട്ടുമ്പോൾ ത്വക്കിനടിയിൽ കൊളസ്ട്രോൾ വിഘടിച്ച് എന്തായി മാറുന്നു? വിറ്റാമിൻ ഡി ആകുന്നു. സൂര്യപ്രകാശം തട്ടുമ്പോൾ ത്വക്കിനടിയിൽ കൊളസ്ട്രോൾ വിഘടിച്ച് എന്താവുന്നു? വിറ്റാമിൻ ഡി ആവുന്നു. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അങ്ങനെ ആകുന്ന കൊളസ്ട്രോൾ നമ്മൾ എന്തറിയപ്പെടുന്നത്? എർഗോസ്റ്റിറോയിഡ് എന്നറിയപ്പെടുന്നത്. പിന്നെ വൈറ്റമിൻ ഡിയുടെ മറ്റു പേരുകളാണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ, സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ചെറുകടലിൽ നിന്ന് കാൽസ്യത്തിന്റെ ഫോസ്ഫറസും വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ആരാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. പിന്നെ മുതിർന്നവരിലാണെങ്കിൽ എന്താണ് അറിയപ്പെടുന്നത്? ഓസ്റ്റിയോമലേഷ്യ കേട്ടോ. കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സ്, മുതിർന്നവരാണെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ. എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് സഹായിക്കുന്നൊക്കെ വിറ്റാമിൻ ഡി ആണ്. പിന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് വിറ്റാമിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലാന്നോ, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്തായിരുന്നു? സ്പിഗ്മോമാനോമീറ്റർ കേട്ടോ. എന്താ? സ്പിഗ്മോമാനോമീറ്റർ. രക്തത്തിലെ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? വൈറ്റമിൻ ഏതാണ്? രക്തത്തിലെ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഏതാണ്? സോറി രക്തത്തിലെ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി കേട്ടോ. രക്തത്തിലെ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഈ രണ്ടായി തരംതിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. വിറ്റാമിൻ D2 എന്നും D3 എന്നും രണ്ടായി തരംതിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് വിറ്റാമിൻ ഡിനെ. അത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിക്കാം കേട്ടോ. അടുത്ത വിറ്റാമിൻ ഇ ആട്ടോ. വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ടോക്കിഫെറോൾ. ശാസ്ത്രീയനാമമാണ് ടോക്കിഫെറോൾ കേട്ടോ. ശാസ്ത്രീയനാമ ടോക്കിഫെറോൾ. പ്യൂരിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഹൃദയത്തിന് സംരക്ഷണം എന്നറിയപ്പെടുന്നു. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ആക്ടാസിക് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നു കേട്ടോ. പിന്നെ ഹൃദയരോഗത്തിന് വേണ്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ കേട്ടോ. ഹൃദയരോഗത്തിന് വേണ്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. പിന്നെ റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന വൈറ്റമിൻ കേട്ടോ. ശരീരത്തിലെ റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. അപര്യാപ്ത രോഗം എന്താ? വന്ധ്യത കേട്ടോ. അപര്യാപ്ത രോഗമാണ് വന്ധ്യത. പിന്നെ വിറ്റാമിൻ കെ ആണെങ്കിൽ ശാസ്ത്രീയനാമം ഫില്ലോക്കിനോൺ. കണ്ടെത്തിയ ആളാണ് ഹെൻറിക് ഡാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വിറ്റാമിൻ കെ. ധാതു ചോദിച്ചാല് കാൽസ്യം. പ്രോട്ടീനാണ് ചോദിക്കുന്നെങ്കിൽ ഫൈബ്രിനോജൻ കേട്ടോ. അത് ഓർത്തോ കണ്ടാ. പിന്നെ വിറ്റാമിൻ കെയിൽ അടങ്ങിയ രാസവസ്തു ഏതാ? പ്രോത്രോമിൻ കേട്ടോ. വിറ്റാമിൻ കെയിൽ അടങ്ങിയ രാസവസ്തു ഏതാ? പ്രോത്രോമിൻ. പിന്നെ കരളിന്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ആണ് ഏതാണ്? വിറ്റാമിൻ കെ. കരളിന്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ആണ് വിറ്റാമിൻ കെ. പിന്നെ വിറ്റാമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ഹീമോഫീലിയ അല്ലെങ്കിൽ രക്തസ്രാവം കേട്ടോ. ഹീമോഫീലിയ. വിറ്റാമിൻ കെയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ അല്ലെങ്കിൽ രക്തസ്രാവം.
പിന്നെ ഹീമോഫീലിയയുടെ മറ്റൊരു പേരെന്താ പറഞ്ഞാൽ രാജകീയ രോഗം കേട്ടോ. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന ഒരു രോഗമാണ് ഹീമോഫീലിയ. ചില ബാക്ടീരിയകൾ പ്രവർത്തിക്കുന്ന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കേട്ടോ. ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. തണുപ്പിച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ഓർത്തോള, തണുപ്പിച്ചാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ എന്നാളുള്ളൂ, അത് വിറ്റാമിൻ കെ ആട്ടോ. അതൊക്കെ ഓർത്ത് കണ്ടാ. ഇപ്പൊ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് നമ്മൾ ഒന്ന് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ കൊഴുപ്പിലേക്കുന്ന വൈറ്റമിൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് ഏതൊക്കെയാണ്? എയും ഡിയും ഇയും കെയും ആണ്. ഇനി ബിയും സിയും പഠിക്കാണ്ട്, ബി കുറച്ച് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തുക. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളെ പരമായി സപ്പോർട്ട് ചെയ്യുക കേട്ടോ.